പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 26-ഉം 29-ഉം വാക്യം വായിക്കാം. എന്നെ വിടുക, ഉഷ സുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് മല്ല് പിടിച്ചവന്റെ പേരിനെ ചേഞ്ച് ചെയ്തൊരു കർത്താവ്. നാം ദൈവസന്നിധി വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ സമയങ്ങളെ വേർതിരിക്കാൻ തയ്യാറാണെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി ഏകാന്തതയോടെ ദൈവത്തിന്റെ പാദം നാം ചിന്തിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നമുക്ക് ഇവിടെ യാക്കോബിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇസഹാക്കിന്റെയും റെബേക്കയുടെയും മകനാണ് യാക്കോബ്. ഏശാവ് തന്റെ സഹോദരനാണ്. നമുക്കറിയാം ഏശാവ് മൂത്ത ആളാണ്, ജ്യേഷ്ഠാവകാശം ഏശാവിന് എന്നാൽ എന്ത് ചെയ്യുക, ഏശാവിന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയിരിക്കുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് യാക്കോബിന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. തനിക്ക് സമ്പത്തുണ്ട്, മൃഗസമ്പത്തുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യമാരുണ്ട്, തലമുറകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ എന്ത് ചെയ്യാം, യാക്കോബിന്റെ ജീവിതത്തിൽ ഏകാന്തം അനുഭവിക്കുവാനിടയായി. ഈ യാക്കോബ് തനിക്കുള്ള സകലത്തെയും യാബോക്ക് എന്ന കടവിൽ നിന്ന് അല്ലെങ്കിൽ അക്കരയ്ക്ക് കയറ്റിയിട്ട് താൻ മാത്രം ഏകാന്തമായി ഏകനായി ഇത് യാബോക്കിന്റെ കട ഇരിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം യാക്കോബ് ഇവിടുന്ന് ഓടിപ്പോകുമ്പോൾ തനിച്ചാണ് പോകുന്നത്. എന്നാൽ മടങ്ങി വരുമ്പോൾ തൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ യാക്കോബ് നിറഞ്ഞവനായി വന്നത്. എന്നാൽ പക്ഷേ യാക്കോബിന്റെ അകത്തടുത്ത് വലിയൊരു ഭയമുണ്ട്. കാരണം തൻ്റെ ചേട്ടനെ ചതിച്ചുകൊണ്ടാണ് യാക്കോബ് ഇവിടുന്ന് പോയത്. നോക്കുക, ഒരു മരണഭയം യാക്കോബിന്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യാം, ആ പകവോടെ എന്നെ നോക്കും, അവൻ എന്നെ കൊന്നു കളയും, എൻ്റെ ഭാര്യമാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു കളയും എന്നൊരു ഭയം തൻ്റെ അകത്ത് വന്നപ്പോൾ യാബോക്ക് എൻ്റെ കടകിൽ എന്ത് ചെയ്യുക, യാക്കോബ് ഇരുന്നു. അവിടെ ഏകനായിട്ട് ഇരുന്നിട്ട് തീരുമാനമെടുത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, മല്ല് പിടിക്കും. ദൈവം എനിക്ക് മറുപടി നൽകാതെ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഈ കടവ് വിട്ടു പോകത്തില്ല. ദൈവം എനിക്ക് മറുപടി അന്ന് എന്ത് ചെയ്യാം, രാത്രി മുഴുവൻ മല്ല് പിടിച്ചിട്ടുണ്ടാവും. ദൈവത്തോടു കൂടെ തനിയായി യാക്കോബ് ദൈവത്തോടു കൂടെ തനിയായ സ്ഥലത്ത് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. നമുക്കറിയാം യാബോക്കിന്റെ കടവിൽ എന്ത് ചെയ്യാം, യാക്കോബ് മല്ല് പിടിച്ചു. മല്ല് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ സകല ശക്തിയും എടുത്ത്, സകല ശബ്ദവും എടുത്ത്, തനിക്കുള്ള ആരോഗ്യം എടുത്ത് തനിക്ക് തൻ്റെ അകത്ത് എന്ത് ചെയ്യുക, പ്രയാസത്തോടെ നിലവിളിയോടെ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. നിലവിളിച്ചവന്റെ സന്നിധിയിലേക്ക്, പ്രാർത്ഥിച്ചവനിടയിലേക്ക് ദൈവത്തെ വിളിച്ച്, ഉന്നതനായ ദൈവത്തെ ഭൂമിയിലേക്ക് വിളിച്ചിറക്കി തൻ്റെ കാര്യം എന്ത് ചെയ്തു, യാക്കോബ് സാധിച്ചെടുത്തു. നോക്കുക, ദൈവത്തോട് മല്ല് പിടിച്ചു. ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമ്പോൾ ദൈവത്തോട് മല്ല് പിടിക്കും. പക്ഷെ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തോട് മല്ല് പിടിച്ച് ദൈവത്തെ മുഖാമുഖമായി കണ്ട് ഒരു എൻകൗണ്ടറാണ് അവിടെ സംഭവിച്ചത്. ദൈവമായൊരു ഒരു എൻകൗണ്ടർ അവിടെ സംഭവിക്കുവാനിടയായി. എങ്ങനെ? പ്രാർത്ഥനയിലിരുന്നു യാക്കോബ്. തനിക്ക് ഇന്ന് തൻ്റെ ചുറ്റും ആരുമില്ല. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി ഇന്ന് താൻ ഏകനായിട്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഒരു ഭയം തൻ്റെ അകത്തുണ്ട്, തൻ്റെ ചേട്ടൻ തന്നെ ഉപദ്രവിക്കുമോ, തന്നെ കുന്നുകളയുമോ എന്നൊരു ഭയം. മറ്റൊരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കൊന്നുമില്ല. എന്ത് ചെയ്യുക, ദൈവത്തിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം വേണം. ഭൂമിയിൽ എനിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ അതൊന്നും എന്ത് ചെയ്യുന്നില്ല. ഞാനതെന്ത് ചെയ്യാം, എനിക്ക് ഭൂമിയിലെ അനുഗ്രഹം എനിക്ക് ഞാൻ വലുതായി. എന്നാൽ ദൈവത്തിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം വേണം. ഞാൻ ഇതല്ല ആഗ്രഹിക്കുന്നത്. പുറമേ ഉള്ള നന്മകളല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എവിടെയോ ഒരു പൂർണ്ണത വരുവാനുണ്ടെന്ന് മനസ്സിലാക്കിയ യാക്കോബ് എന്ത് ചെയ്തു, താൻ ഒറ്റയ്ക്ക് യാക്കോബിന്റെ കടവിൽ ഇരിക്കുവാനിടയായി. അവിടെ ഇരുന്ന് നിർബന്ധത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ നീ അനുഗ്രഹിക്കണം. നീ എന്നെ അനുഗ്രഹിക്കാതെ നീ എൻ്റെ അടുത്ത് വന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് മനസ്സിലാകാതെ ഞാൻ ഈ യാക്കോബിന്റെ കടവിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കത്തില്ല.
അല്ലെങ്കിൽ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ച് എന്ത് ചെയ്യുക, പറയണം. ഹല്ലേലൂയ. അതെനിക്ക് എന്ത് ചെയ്യുക, കേൾക്കണമെന്ന് യാക്കോബ് നിലവിളിക്കുവാനിടയായി. എന്ന് വെച്ചാൽ നമ്മൾ ചില കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളോട് അവരുടെ ആവശ്യങ്ങൾ എനിക്കത് വാങ്ങി തന്നേ എനിക്കത് കിട്ടണം. യാക്കോബ് അതുപോലെ തന്നെ നിലവിളിച്ചു ദൈവസന്നിധിയിൽ, എന്നെ അങ്ങ് അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അങ്ങയുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാ എനിക്ക് ആ അനുഗ്രഹം ലഭിക്കണമെന്നില്ല. യാബോക്കിന്റെ കടവിൽ നിലവിളിക്കും. ദൈവത്തിലത്തെ ഇറങ്ങി വന്നു. തന്റെ പ്രാർത്ഥനയുടെ സൗരഭ്യവാസന സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവം യാക്കോബിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തോട് മല്ല് പിടിച്ച് എന്ത് ചെയ്യുക, ദൈവത്തോട് ചേർന്ന് ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്തു, ദൈവത്തെ വിടാതെ. കാരണം ആ പ്രാർത്ഥനയുടെ സൗരഭ്യവാസന അകത്ത് ചെല്ലുമ്പോൾ അങ്ങോട്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ദൈവത്തിന് ഹല്ലേലൂയ തന്റെ മുമ്പിൽ മാറുവാൻ കഴിയുന്നില്ല. നോക്കുക, ദൈവം ഹല്ലേലൂയ യാക്കോബിനെ അനുഗ്രഹിച്ചു. നോക്കുക, യാക്കോബേ ഇന്ന് തൊട്ട് നിന്റെ പേരെന്താ, ഹല്ലേലൂയ ഇസ്രായേൽ എന്ന്. ഇനി നിന്റെ പേരെന്ത് ചെയ്യുക, യാക്കോബ് നല്ല നിന്നെ വിളിക്കുന്നത്, ഉബായെ നല്ല നിന്നെ വിളിക്കുക. ഇന്നോട്ട് നീ ഇസ്രായേൽ, ഹല്ലേലൂയ ഒരു രാഷ്ട്രമായി നിന്നെ ഞാൻ മാറ്റും. ഇന്നലെ വരെ നീ ഏകനായിരിക്കും, എന്നല്ല ഇന്ന് തൊട്ട് നീ ഒരു രാഷ്ട്രമായി മാറുവാൻ പോവുക. അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രമായി പിന്നത്തേതി മാറി. ഹല്ലേലൂയ നീ ദൈവത്തോട് മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് നോക്കുക. ദൈവത്തിന്റെ സന്നിധി മല്ല് പിടിച്ചവനെ ദൈവം അനുഗ്രഹിക്കാതെ വിടുമോ? ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്ന് പറഞ്ഞു. ഒന്ന്, ഒരു കാര്യത്തിന് തീർപ്പ് ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ ഇടയായി. പ്രിയരെ, ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്നവൻ എന്ത് ചെയ്യുക, ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സമയങ്ങളെ വേർതിരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവിൽ എന്ത് ചെയ്തു, തനിക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ഹല്ലേലൂയ യാക്കോബ് മാറുവാൻ. യാക്കോബ് എവിടെയാ, അവിടെ തനിച്ചായിരുന്നു. അല്ലെങ്കിൽ കൂടെ ഇന്ന് പലരും കൂടെ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കൂടെ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുന്ന. യാബോക്കിന്റെ കടവിൽ വെച്ച് യാക്കോബ് ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ദൈവത്താൽ എന്ത് ചെയ്യുക, താൻ നുറുക്കപ്പെട്ടു. അല്ലെങ്കിൽ ദൈവത്താൽ എന്ത് ചെയ്യുക, മുറിവേൽക്കപ്പെട്ടു. ദൈവത്താൽ നുറുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്താൽ യാക്കോബ് അനുഗ്രഹപൂർണനായി നുറുക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുക, അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ യാബോക്ക് എന്ന കടലിൽ വെച്ച് എന്ത് ചെയ്യുക, ഹല്ലേലൂയ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു. ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിനായി വിശപ്പുള്ളവനായിരുന്നു യാക്കോബ്. എന്നെ ദൈവത്തിനായി ഉറച്ചവനുമായിരുന്നു. എന്നാൽ എന്ത് ചെയ്യുക, വിശപ്പുള്ളവനുമായിരുന്ന ഇടത്താണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്. നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് നിലവിളിച്ചു. യാക്കോബിന്റെ ആ വാക്ക് ദൈവത്തെ കേൾക്കുവാൻ എന്ത് ചെയ്യുക, ഹല്ലേലൂയ നീണ്ട 20 വർഷങ്ങളാണ് താൻ എന്ത് കാത്തു. ജന്മാവകാശം, സ്ത്രീകൾ തന്റെ പണം, വസ്തുവകളൊക്കെ എന്ത് ചെയ്യുക, പിടിച്ചു പറിച്ച് എന്ത് ചെയ്യുക, തന്റെ ജീവിതം ചെലവാക്കി. അവയെല്ലാം എന്ത് ചെയ്യുക, പോകാൻ അനുവദിച്ചിട്ട് താൻ എന്തിനു വേണ്ടിയാണോ ഇത്രത്തോളം വിലലി താൻ എന്തിനു വേണ്ടിയാണോ താൻ ഇത്രനാളും തന്റെ ആയുസ് നഷ്ടമാക്കിയത്, അതെല്ലാം എന്ത് ചെയ്യുക, മറുകര കയറ്റി. നമ്മൾ പ്രിയപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ ആരോഗ്യം നമ്മൾ കൊടുക്കുന്നത് ജോലിക്ക് വേണ്ടിയാ. നമ്മുടെ ഹല്ലേലൂയ പണം കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാ. നമുക്കുള്ളതൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത് ഈ ലോകത്തിലേക്ക്. എന്നാൽ എന്ത് ചെയ്യുക, ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം, നമ്മൾ ചിലതൊക്കെ ഹല്ലേലൂയ കൊടുക്കുവാൻ തയ്യാറാകണം. ഇന്ന് അവയെല്ലാം എന്ത് ചെയ്തു, യാക്കോബിനെ അക്കരയ്ക്ക് കയറ്റി വിട്ടിട്ട് ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു, നിലനിൽക്കുവാനിടയായി. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഹൃദയം അത് പ്രസാദിച്ചിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു രാത്രി പെനിനിൽ വെച്ച് യാക്കോബ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കരഞ്ഞു നിലവിളിച്ചു, അപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്ത് ചെയ്തു, വ്യത്യസ്തനാക്കി മാറ്റി കാണും. ദൈവത്തോട് സത്യസന്ധനുള്ളവനായിരുന്നു യാക്കോബ്. ദൈവത്തോട് സത്യസന്ധൻ. ദൈവം നിന്റെ പേരെന്താ ചോദിക്കും. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പിതാവ് അവനോട് ഇതേ ചോദ്യം ചെയ്തു, കള്ളം പറഞ്ഞു, ഞാൻ ഏശാവാണ്. പക്ഷേ ഇന്ന് ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ ദൈവം താൻ യാക്കോബിനെ ചോദിക്കുമ്പോൾ ഞാൻ യാക്കോബാണെന്ന് എന്ത് ചെയ്യാം
ഹാലെ പറയുവാനിടയായി. സ്തോത്രം. ഹലെ നമ്മുടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നാം എന്ത് ചെയ്യുക? എപ്പോഴും വിശ്വസ്തരായിരിക്കുക. ദൈവത്തോട് എന്ത് ചെയ്യുക? നാം ഹല്ലേലൂയ ആ ദൈവത്തോട് നാം തർക്കിക്കുവാൻ ഇടയാകരുത്. ദൈവത്തോട് നാം വാദിക്കുവാൻ ഇടയാകരുത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സന്നിധി പറയുക. ദൈവം ഹല്ലേലൂയ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയാകും. നമുക്ക് ഒരു കാര്യമുണ്ട്. ഈ യാക്കോബ് എന്ന മനുഷ്യനെ എന്ത് ചെയ്തു? ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്നിടം ദൈവം എന്ത് ചെയ്യുക? ദൈവത്തിന്റെ സ്ഥലമാക്കി ദൈവം മാറ്റും. രണ്ട്, ഒറ്റയ്ക്ക് നിന്ന് മല്ല് പിടിക്കുകയാണ്. കുടുംബത്തിലാണെങ്കിലും ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് നിന്ന് മല്ല് പിടിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം മല്ല് പിടിക്കുകയാണ്. നിശ്ചയമായും നിന്റെ പേരിനെ ദൈവം ചേഞ്ച് ചെയ്യും. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം ചേഞ്ച് ചെയ്യും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.